മഹാനായ ത്വൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹു അസുഖം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ പോയി. ത്വൽഹത്ത് ബിൻ ബറാഅ തങ്ങൾ പറഞ്ഞു അൽ ഇസാബ ഫീ തമീസ് സ്വഹാബിയിൽ. ആ സ്വഹാബിയോട് പുറത്തുനിന്ന് വിളിക്കാൻ പറയൽ ശരിയില്ലല്ലോ എന്നാൽ രോഗിയോട് അങ്ങനെ ഒരു പെരുമാറ്റം പാടില്ലല്ലോ എന്ന നിലയിൽ തങ്ങൾ കുടുംബക്കാരോട് പറഞ്ഞു, ഉണർന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം. ഈ സ്വഹാബി അടുത്ത ഉറക്കത്തിന്റെ മുമ്പ് ഉണർന്നു കഴിഞ്ഞാൽ മരണപ്പെടും എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു ഉറപ്പില്ല. ഉണർന്നു കഴിഞ്ഞാൽ ഉണർവിൽ മരണപ്പെടും. അപ്പൊ ലാസ്റ്റ് ഒന്ന് കാണാൻ തങ്ങൾ പോയി. പാതിരാത്രി സ്വഹാബിനെ സ്വഹാബിയുടെ കുടുംബക്കാർ പറഞ്ഞു തങ്ങൾ വന്നിരുന്നു. നിങ്ങൾ ഉറക്കത്തുനിന്ന് ഉണർന്നാൽ വിളിക്കാൻ പറഞ്ഞു. വേണ്ട വേണ്ട, തങ്ങൾ ഈ പാതിരാത്രിക്ക് എന്തിന് അല്ല വിളിക്കാൻ പറയേണ്ടെന്ന് കരുതിയ കാര്യം പറയാൻ പോവാ. അതെ, നിങ്ങൾ അടുത്ത ഉണർവിന് മുമ്പ് അത് ഉറക്കത്തിന് മുമ്പ് ഈ ഉണർവിൽ തന്നെ മരണപ്പെടും എന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, വിളിക്കണം. അതെ, തങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഈ പാതിരാത്രി വരുമ്പോൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലിന് വല്ല ഇഴജന്തുക്കളും കുത്തിയാലും കടിച്ചാലും കല്ല് തട്ടി വേദനിച്ചാലും തൊല്ലഹക്കത് സഹിക്കൂല എന്ന് പറഞ്ഞു. സുബീക്ക് ജനാദ പള്ളിയിലെത്തിയപ്പോൾ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, എവിടെ എന്റെ തൊല്ലഹന നിങ്ങൾ എനിക്ക് കാണിച്ചതില്ലല്ലോ, ഉറക്കത്തുനിന്ന് ഉണർന്നില്ലായിരുന്നു. ഉണർന്നില്ല, പിന്നെ തന്നെ വിളിക്കാതിരുന്നത്. തങ്ങൾ പാതിരാത്രിക്ക് വരുമ്പോൾ തങ്ങൾക്ക് വിഷമമായാലോ എന്ന് പേടിച്ചിട്ട് വിളിക്കണ്ടെന്ന് ഒരു പറഞ്ഞുകൊണ്ടാണ്. ഇഷ്ക് കൈ ഉയർത്തിയിട്ട് ഒരു ദുആ, അല്ലാഹുമ്മ അൽഖി ത്വൽഹ, എന്റെ ത്വൽഹ ഇവിടുന്ന് വണ്ടി വിട്ടിട്ടുണ്ട്.